ജപ്പാനിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച സമയത്ത് ടോക്കിയോയിലൊരു ടൂർ കഴിഞ്ഞ് ബസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സിഗ്നൽ എത്തി. ആ സിഗ്നല് ബസ് സ്റ്റോപ്പ് ചെയ്തു, റെഡ് സ്റ്റോപ്പ് ചെയ്തു ബസ്സും. ഞാൻ ഇടത്തെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സ്കൂൾ കുട്ടി, ഒരു 4 or 5 വയസ്സുണ്ടാവും, സ്വന്തമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. ഈ സിഗ്നൽ ക്രോസ് ചെയ്യുന്നു, സിഗ്നൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുന്നു. ആ സിഗ്നൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇത് റെഡ് ആവുന്നത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് പോകുന്നുണ്ട്. ഇതൊക്കെ സ്വന്തമായി ഇങ്ങനെ ചെയ്യാണ്. അപ്പൊ ഇതിന്റെ കൂടെ ആരുമില്ല ഈ കുട്ടിയുടെ കൂടെ. അപ്പൊ ഞാൻ ആ ലോക്കൽ ഗൈഡിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത്, എന്താ സംഭവം? ഇവിടുത്തെ സിസ്റ്റം ഇതാണ്. സെൽഫ് എഫിഷ്യൻ്റ് ആയിട്ടാണ് കുട്ടികളെ ചെറുപ്പം മുതലേ ഇവിടെ വളർത്തുന്നത്. അവര് സ്വന്തമായിട്ട് ജീവിതത്തിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഒറ്റയ്ക്ക് പഠിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് സംഭവിക്കുക. അതേപോലെ തന്നെ മൗണ്ട് ഫുജിയിൽ ഒരു ടൂർ പോയി. മൗണ്ട് ഫുജിയിൽ പോയ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയപ്പം ഒരു സ്കൂൾ ബസ്സിൽ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഇവിടെ ടൂറ് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സ്കൂൾ കുട്ടി, ഒരു 4 വയസ്സോ 5 വയസ്സോ വന്നു. ആ ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് എടുത്ത് എൻ്റെ അടുത്ത് വന്ന്, എക്സ്ക്യൂസ് മീ, എനിക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അവിടെ നിന്ന് ലഞ്ച് ബോക്സ് വെച്ചു, കഴിച്ചു. അത് വളരെ ക്ലീനാക്കി, ടേബിൾ ക്ലീനാക്കി, ലഞ്ച് ബോക്സ് പോയി വാഷ് ബേസിന് കഴുകി സ്വന്തമായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ബസ്സിലോട്ട് പോയി. സെൽഫ് എഫിഷ്യൻസി നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു സംഭവമാണ്. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ജപ്പാനിൽ തന്നെ പോകണം. വേറൊരു സ്ഥലത്തും നമുക്കിത് കാണാനില്ല.